DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീടുകളിൽ വാഹനമുള്ളവരും വാഹനം ഓടിക്കുന്നവരുമെല്ലാം അറിഞ്ഞിരിക്കേണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില മുന്നറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ലൈസൻസിനെ ബാധിക്കുന്ന കാര്യങ്ങളും വാഹനങ്ങളെ പിടിച്ചെടുക്കുന്ന നടപടികളുമൊക്കെ ഉണ്ടാകും. അതിനാൽ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ദേശീയ പാതകളിൽ ഫാസ്ടാഗ് സ്റ്റിക്കറിന് പകരം വാഹനങ്ങളുടെ നമ്പർ സ്കാൻ ചെയ്ത് ടോൾ പിരിവ് നടത്തുന്ന രീതി ദേശീയപാത അതോറിറ്റി ഉപയോഗിച്ചു തുടങ്ങുന്നു. ക്യാമറകൾ ഉപയോഗിച്ച് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൽ നിന്ന് നമ്പർ തിരിച്ചറിഞ്ഞ് അതുമായി ബന്ധിപ്പിച്ച ഫാസ്ടാഗിൽ നിന്ന് പണം ഈടാക്കുന്ന രീതിയാണ് വരുന്നത്. മെയ്യിൽ തിരഞ്ഞെടുത്ത ടോൾ പ്ലാസകളിലാകും ആദ്യഘട്ടത്തിൽ ഇത് നടപ്പാക്കുക. സംസ്ഥാനത്തെ ടോൾ പ്ലാസകളിൽ ഇത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് നിർദ്ദേശം ഇതുവരെ ലഭിച്ചിട്ടില്ല. നിലവിൽ ടോൾ പ്ലാസകളിൽ വാഹനം നിർത്തുമ്പോൾ വാഹനത്തിലെ ഫാസ്ടാഗ് സ്റ്റിക്കറിലെ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ സംവിധാനം വഴിയാണ് ടോൾ ഈടാക്കുന്നത്. ടോൾ പ്ലാസയിലെ സ്കാനർ ഫാസ്ടാഗ് തിരിച്ചറിഞ്ഞ് ടോൾ ഈടാക്കാൻ 2 സെക്കൻഡ് മുതൽ മിനിറ്റുകൾ വരെ സമയമെടുക്കുന്നുണ്ട്. അതിനാൽ വാഹനം ടോൾ പ്ലാസയിൽ നിർത്തേണ്ടി വരും. ANPR സാങ്കേതികവിദ്യ വരുന്നതോടെ വാഹനം ടോൾ പ്ലാസയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്പർ തിരിച്ചറിഞ്ഞ് ടോൾ ഈടാക്കും. അതിനാൽ വാഹനം ടോൾ പ്ലാസയിൽ നിർത്തുന്നത് ഒഴിവാക്കാനാകും. ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ വരും ദിവസങ്ങളിൽ എത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വാഹനത്തിന്റെ ഫാസ്ടാഗുകൾ പുതുക്കിയെടുക്കണമെന്നുള്ള അറിയിപ്പും എത്തുന്നുണ്ട്. KYC രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിന്റെ ഫാസ്ടാഗ് പുതുക്കിയെടുക്കണമെന്നാണ് അറിയിപ്പ്. ഇല്ലെങ്കിൽ പിന്നീട് ആ ഫാസ്ടാഗുകൾ ഉപയോഗിക്കുവാൻ സാധിക്കില്ല. അത് മരവിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും. ഒന്നുകിൽ ഫാസ്ടാഗ് ആക്റ്റീവ് ആകണം, അതായത് ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ KYC രേഖകൾ പുതുക്കണം. അതുപോലെ തന്നെ ഒരു വാഹനത്തിന് ഇനി ഒരു ഫാസ്ടാഗ് മാത്രമേ അനുവദിക്കൂ. അതായത് നിലവിൽ പല ആളുകളും ഒരേ ഫാസ്ടാഗ് ടോൾ ബൂത്തുകളിൽ പല വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് നിരോധിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് എന്ന സംവിധാനം കൊണ്ടുവരികയാണ്. ഇതിന്റെ നടപടികൾ ഉടൻ ഉണ്ടാകും. ഇതിന്റെ മുന്നോടിയായിട്ടാണ് KYC രേഖകൾ അപ്ഡേറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ ആക്റ്റീവ് ആക്കുവാനോ പറഞ്ഞിട്ടുള്ളത്. ദീർഘനാളായി ടോൾ ബൂത്തുകളിലൂടെ കടന്നു പോകാത്ത, നിലവിൽ അക്കൗണ്ടിൽ പൈസ കുറവുള്ള ഫാസ്ടാഗുകളാണ് നിർജീവമാക്കുക അല്ലെങ്കിൽ കരിമ്പട്ടികയിൽപ്പെടുത്തുക. ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വാഹന ഇൻഷുറൻസ് എടുക്കാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇത്തരത്തിൽ ഇൻഷുറൻസ് എടുക്കാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ വാഹന ഇൻഷുറൻസ് കർശനമായി നടപ്പാക്കുവാനുള്ള നടപടികൾ മുൻപ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ പിടിച്ചെടുത്ത് ആ വാഹനങ്ങൾ സൂക്ഷിക്കുവാനുള്ള ഇടം കണ്ടെത്തുവാനുള്ള കാലതാമസമാണ് ഇപ്പോൾ നേരിടുന്നത്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന നടപടി ഉണ്ടാകും. അതിനാൽ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എങ്കിലും ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള നടപടികൾ വരികയാണ്. മാത്രമല്ല, ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെട്ട് ഒരാൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ആ ആളുടെ കുടുംബത്തിന് നൽകുന്ന നഷ്ടപരിഹാരം ചിലപ്പോൾ നമുക്ക് താങ്ങാവുന്നതിലും അധികമായിരിക്കാം. ആളുടെ പ്രായം, ജോലി, ആശ്രിതരുടെ എണ്ണം, മക്കളുടെ പ്രായം തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്തായിരിക്കും കോടതി നഷ്ടപരിഹാര തുക വിധിക്കുക. ലക്ഷങ്ങളും കോടികളുമൊക്കെ ചിലപ്പോൾ നമ്മൾ നഷ്ടപരിഹാരമായി നൽകേണ്ടതായും വരും. അതിനാൽ അത്തരം സാഹചര്യം ഇല്ലാതിരിക്കുവാൻ നിങ്ങളുടെ വാഹനത്തിന് ഇൻഷുറൻസ് എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്, ലൈസൻസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിലാണ് ലൈസൻസ് പുതുക്കേണ്ടതെന്ന് പല ആളുകൾക്കും അറിയില്ല. അതായത് നമ്മുടെ ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് 1 വർഷം മുൻപ് തന്നെ നമുക്ക് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാം. അങ്ങനെ ലൈസൻസ് പുതുക്കിയെടുക്കാം. ഇനി ലൈസൻസിന്റെ കാലാവധി തീർന്നതിന് ശേഷം പിഴ കൂടാതെ പുതുക്കുന്നതിന് 1 വർഷത്തെ സമയവുമുണ്ട്. എന്നാൽ പുതുക്കാത്ത ആ കാലയളവിൽ നമുക്ക് വാഹനം ഓടിക്കുവാൻ സാധിക്കില്ല. അത്തരത്തിൽ ആ സമയത്ത് നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ പിഴ ഈടാക്കുന്നതായിരിക്കും. മറ്റൊരറിയിപ്പ്, ഗതാഗത നിയമ ലംഘനത്തിന് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടക്കാത്തവർക്കെതിരെ നടപടിയെടുക്കാനൊരുങ്ങുകയാണ്. അതായത് ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതൽ പിഴ കുടിശ്ശിക വരുത്തുന്ന 1000 പേരുടെ വീട്ടിലേക്ക് പിഴ അടപ്പിക്കാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും എത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വാഹനാപകടങ്ങൾക്ക് പരിഹാരം കാണാനായി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന തുടങ്ങിയിട്ടുണ്ട്. മദ്യപിച്ചും അലക്ഷ്യവുമായുള്ള വാഹനമോടിക്കൽ, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള ഡ്രൈവിംഗ് തുടങ്ങിയവയ്ക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.